ടീച്ചറെ എന്താണോ കാട്ടില് കർക്കിടക മാസല്ലേ കഞ്ഞി വെക്കാൻ 10 എണ്ണത്തില് 2 or 3 എണ്ണം കിട്ടും. പക്ഷെ നമുക്ക് ഉദ്ദേശിച്ച ഫലം കിട്ടത്തില്ല. ഗുണങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഔഷധ കൂട്ടുണ്ട് കഞ്ഞി, കർക്കിടക കഞ്ഞിക്കുള്ളത്. കോട്ടയം ജില്ലയിലെ പനച്ചിക്കാട് ആത്മ നാച്ചുറോപ്പതി ഹോസ്പിറ്റൽ ഉണ്ട്. അവിടുത്തെ ഡോക്ടർമാരാണ് ആ മരുന്ന് ഉണ്ടാക്കുന്നത്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത്. നമ്മളെ കർക്കിടക മാസത്തിലെ ഈ വലിയ വേനലിൽ നിന്ന് വർഷകാലത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ പ്രകൃതിയിൽ ഉണ്ടാവും. ഈ സന്ദർഭത്തിൽ നമുക്ക് ഔഷധം പോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഔഷധ കഞ്ഞി കിറ്റ് എന്നുള്ളത്. കർക്കിടക മാസമാണ് ഈ വാദ പ്രശ്നം മൊത്തം പൊങ്ങുന്നത് അല്ലെ. ഇതാണ് ആക്ച്വലി എല്ലാ നമ്മുടെ ഈ പറഞ്ഞ വാദരോഗങ്ങള്, നീര്, സന്ധിവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള മരുന്നാണ് നമ്മൾ വിട്ടത്. ഒരു നേരം ഹോട്ടലിൽ പോയി കഴിക്കുന്ന പൈസയേ ഉള്ളൂ. ഹോട്ടലിൽ കഴിച്ചാൽ ആയുസ് താഴ്ന്നു പോകും, ഇത് കഴിച്ചാൽ ആയുസ് മുകളിലോട്ട് വരും. ഇവിടെ ആണല്ലേ നമ്മൾ ഡോക്ടർ ഇരിക്കുന്നത്. ഡോക്ടറെ നമസ്കാരം. നമ്മുടെ ടീച്ചറമ്മ പറഞ്ഞിട്ട് വന്നാണ്. അതായത് നമുക്കിവിടെ ഒരു കർക്കിടക കിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, കഞ്ഞി കിറ്റ്. അപ്പൊ അതിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. തീർച്ചയായിട്ടും പറയാമല്ലോ. സംഭവം എന്താണത്? അപ്പൊ കൂടുതലായിട്ടും ഉണ്ടാകുന്ന രോഗങ്ങൾ, വാദസംബന്ധമായിട്ടുള്ള വേദനകള്, നീർക്കെട്ടുകള്, ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള്, അസിഡിറ്റി, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഈ സന്ദർഭത്തിൽ നമുക്ക് ഔഷധം പോലെ ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് ഔഷധ കഞ്ഞി കിറ്റ് എന്നുള്ളത്. ഇതാണ് നമ്മുടെ ഈ പറഞ്ഞ കഞ്ഞി കിറ്റ്. അതെ, കഞ്ഞി കിറ്റ് അല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ പറയുന്ന കിറ്റിന്റെ അകത്തുള്ളത്. നമുക്ക് നോക്കാം അല്ലെ ഡോക്ടറെ? ഈ കിറ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കാം. നമ്മുടെ മരുന്നുകൾ വരുന്നത് ഇതിന്റെ അകത്തെ ഡോക്ടർ പറഞ്ഞ 7 ദിവസം കഴിക്കാനുള്ളല്ലേ, 7 ദിവസം കഴിക്കാനുള്ള ഉലുവ ഇരിപ്പുണ്ട്. അതുപോലെ ഇത് കണ്ട കയ്യുന്നതിന്റെ അത് ഇതല്ല, ഇത് കയ്യുന്ന 7 എണ്ണം ഉണ്ട്. അപ്പൊ അളവ് ഇതിന്റെ അകത്ത് തന്നെ ഉണ്ട്. ആക്ച്വലി ഇത് ഒരെണ്ണം പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇതും 7 എണ്ണം ഉണ്ട്. ഇത് ആശാളി 7 എണ്ണം ഉണ്ട്. അതുപോലെ ബാക്കിയുള്ള പൊടികള് ഇതെല്ലാം, അതായത് നിങ്ങൾക്ക് എല്ലാം കഴിക്കാനുള്ള അളവ് അനുസരിച്ച് ഇതിന്റെ അകത്ത് കൃത്യമായിട്ടുണ്ട്. ചങ്ങലമ്പരന്റെ പൊടിയാണ്. ഈ ചങ്ങലമ്പരന്റെ പൊടി ഈ പറഞ്ഞ കഞ്ഞിക്കൂടിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്താണ്? ചങ്ങലമ്പരണ്ട പൊതുവായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ അസ്ഥികൾക്ക് ബലം നൽകുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കുകയും പിന്നെ നമ്മളെ ഫ്രാക്ചർ ഉണ്ടായിട്ട് അത് പെട്ടെന്ന് ഹീൽ ചെയ്യാനും, ചതവ് ഉണ്ടായാൽ അത് പെട്ടെന്ന് ഹീൽ ചെയ്യാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് ചങ്ങലമ്പരണ്ട. വാദശമനമായിട്ടുള്ള ഒരു ഔഷധം. ഇന്ന് വാദമില്ലാത്ത ആളില്ല, ചുരുക്കം പേരേ ഉള്ളൂ. അതിനൊക്കെ ഈ പറഞ്ഞ ചങ്ങലമ്പരന്റെ ഈ പൊടി നല്ലതാണ്, അതുകൊണ്ടാണ് ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതൊരു സംഭവമാണ്, അത് നമ്മൾ കയ്യന്യത്തിന്റെ പൊടി. കയ്യന്യത്തെ പൊടി എന്തിനാ അതിനകത്ത് ഉപയോഗിച്ചത്? കയ്യന്യം കൂടുതലായിട്ടും നമുക്ക് കാൽസ്യത്തിന്റെയും ഒക്കെ അബ്സോർഷൻ സഹായിക്കുന്നതാണ്. മുടിയുടെ വളർച്ച, പിന്നെ അസിഡിറ്റി കുറയ്ക്കുന്ന സാധനമാണ്. അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള ഔഷധങ്ങൾ ഗുണം ഉള്ളതാണ് കയ്യന്യം. അതുപോലെ ഇത് തഴുതാമയുടെ പൊടിയാണ്. ഓക്കെ. തഴുതാമ ഇതുപോലെ തന്നെ നീർക്കെട്ട് നല്ലപോലെ വലിക്കുന്ന സാധനമാണ്. അസ്ഥികളുടെയും അല്ലെങ്കിൽ നമ്മുടെ മാംസത്തിലുണ്ടാകുന്ന ശോഭം, നീര്, അതിനെയൊക്കെ നല്ലപോലെ കുറയ്ക്കുന്ന ഒരു ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള സാധനമാണ് തഴുതാമ. മൂത്രളമാണ്, ഡയൂററ്റിക് ആണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് കൂടി കാണിച്ചു തരാം. കാരണം നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊന്നും ഉണ്ടാക്കിയില്ല. ടീച്ചറമ്മ ഉണ്ടാക്കും അല്ലെ? ടീച്ചറമ്മ ഉണ്ടാക്കട്ടെ. എന്തായാലും നമുക്ക് കഞ്ഞി വെക്കാം അല്ലെ? കഞ്ഞി വെക്കാം. അത് നമുക്ക് ടീച്ചർ നമുക്ക് ഇതെല്ലാം അരി എന്ന് പറഞ്ഞു, നവരരി. ഓക്കെ, കട്ട് ചെയ്യാം. ഇത് ഒരെണ്ണത്തിനുള്ളതാണ് അല്ലെ? ഒരു കഞ്ഞിക്കുള്ള? അതെ, ഒരു കഞ്ഞിക്കുള്ള. നമ്മൾ 7 പാക്കറ്റാണ് ഉള്ളത്. ഓക്കെ, ആദ്യത്തെ പാക്കറ്റ് നമ്മളത് 7 പാക്കറ്റ്, ബാക്കി 6 പാക്കറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉലുവ വേണം, ആശാളി എല്ലാം ഓരോരോ പാക്കറ്റായിട്ട് ഓരോ ദിവസത്തേക്കുള്ള അളവിൽ തന്നെ പാക്ക് ചെയ്തിരിക്കുക. ആശാളി ഇട്ടല്ലേ? അപ്പൊ നമ്മുടെ 3 ഐറ്റംസ് ഇപ്പൊ കയറിയിട്ടുണ്ട് അല്ലേ? ഇനി നമുക്ക് ആഡ് ചെയ്യണമെന്നുള്ളവർക്ക് ചെറുപയറും കൂടെ, ചെറുപയർ വേണമെങ്കിലും മതി. നമുക്ക് കുറച്ച് ചേർക്കാം, രുചികരമായ ഒരു കഞ്ഞിയാവട്ടെ. ചെറുപയറും ചേർത്തു. അപ്പൊ നമ്മൾ ആദ്യം 3 ഐറ്റംസ് കയറി കഴിഞ്ഞു. ചെറുപയർ. ഇനി നമുക്ക് ഇത് കഴിയെടുക്കാം അല്ലെ? ഇതാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഇതാണ്. അപ്പൊ നമ്മുടെ ഞവരരിയും അതുപോലെ തന്നെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്തല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? ഇനി നമുക്ക് ഇതിനുള്ള ആവശ്യത്തിനുള്ള ഇന്ദുപ്പായിടുന്നു അല്ലേ? ഇന്ദുപ്പ ചേർക്കുന്നു. ഓക്കെ, ഇന്ദുപ്പുണ്ട്. നമ്മൾ ഇന്ദുപ്പിട്ടു. നമുക്ക് മരുന്ന്, ഇതാണ് മരുന്ന്, ഇത് ഔഷധം. കണ്ട, ഇത് 3 മരുന്നാണ്. ഈ 3 മരുന്നുകളും ഇതിന്റെ തടയിട്ടുണ്ട് അല്ലേ? ഇതാണ് പൊടിമരുന്ന്. ഇതാണ് ആക്ച്വലി എല്ലാ നമ്മുടെ ഈ പറഞ്ഞ വാദരോഗങ്ങള്, നീര്, സന്ധിവേദന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള മരുന്നാണ് നമ്മൾ വിട്ടത്. എല്ലിന് ബലവും തരും. എല്ലിന് ബലവും തരും. നമ്മൾ ഇനി തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ അല്ലേ? ഇത് ശരിക്കും ഒരു ഔഷധ കഞ്ഞിയായി, നമ്മുടെ കഞ്ഞിയായി. ഇതിന് നമ്മുടെ സ്വാദ് കൂട്ടാനായിട്ട് അപ്പൊ നമുക്ക് ഒഴിച്ചാലോ? നല്ല തേങ്ങാപ്പാല് കേട്ടാ, 1ാം പാലാണ്. തേങ്ങാപ്പാലങ്ങ് ഒഴിച്ചു. തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് നെയ്യുണ്ട്.
ഓ നെയ്യ് ഇരിപ്പുണ്ട് അല്ലേ? ആ നെയ്യ് നമുക്ക് ചെറിയ ഉള്ളി ചാലിച്ചങ്ങിടാൻ വേണമെങ്കിൽ അതൊക്കെ ഓരോരാളുടെ ടേസ്റ്റ് പോലെ. ടേസ്റ്റ് പോലെ. ആ, ഇതിപ്പോ നമ്മൾ നമുക്ക് എന്തുവാ ഇത് നെയ്യാണ്. ഇത് നമുക്ക് കുറച്ച് നെയ്യ് ഇതില് ആഡ് ചെയ്യും. ലേശം മതി ആ കുറച്ച് നെയ്യ് മതിയോ? ആ കുറച്ചുകൂടെ മതി. മതി. നെയ്യ് ഒഴിച്ചു. നെയ്യ് ഇതൊക്കെ എക്സ്ട്രാ ആണ് കേട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടില് രുചിക്ക് വേണ്ടിയിട്ടുള്ള രുചിക്ക് വേണ്ടി എല്ലാ മാത്രം. ദിവസവും കഴിക്കാൻ തോന്നണം അല്ലേ? അതെ 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 കഴിക്കാൻ തോന്നണം, നല്ല കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അതൊക്കെ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കഞ്ഞിയാവും. ഓൾറെഡി ഇനിയും തിളച്ചു വരുമ്പോൾ നമ്മൾ കഞ്ഞിയായി. ഇനി ഒന്നും ചേർക്കാനില്ല, ഒന്നുമില്ല, എല്ലാം എല്ലാ സംഭവം ചേർത്തുണ്ട്. ഇതും തിളച്ചു വരട്ടെ, കഴിക്കണം. തിളച്ചു വരട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയാം. അപ്പൊ നമ്മുടെ കഞ്ഞി റെഡിയായി, കഞ്ഞി കുടിക്കാനുള്ള പാത്രം റെഡിയായി. നമ്മൾ എന്തായാലും ഇച്ചിരി അടിപൊളിയായിട്ട് കഴിക്കാൻ നോക്കി. അടി നോക്കി എന്താ ഭംഗി നോക്കിയാ, നല്ല മണം. അതെ, നല്ല സ്മെല്ല്. ഇതാണ് നമ്മുടെ കർക്കിടക കഞ്ഞി. അതായത് ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് കഞ്ഞി ഉണ്ടാക്കാം. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടിപ്പാണ്. നമ്മള് ഈ പറഞ്ഞ പാലിന്റെയും ആ നെയ്യുടെയൊക്കെ ടേസ്റ്റ് വന്നപ്പോൾ നമ്മള് ഒരു എന്താ പറയാ, ഈ കർക്കിടക കഞ്ഞിയുടെ ഫീലൊന്നും ഇല്ല കേട്ടോ. നമുക്ക് ആ മരുന്നിന്റെ ചെറിയൊരു ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഉഗ്ര സാധനമാണ്. ഡോക്ടറെ, നമുക്കിത് ആരൊക്കെ കഴിക്കാം? ഇപ്പൊ ഞാൻ കഴിച്ചു കാണിച്ചു. ഇപ്പൊ നമ്മൾ ഇത് കഞ്ഞി കിറ്റ് വാങ്ങിക്കുന്ന പലരായിരിക്കും, പല ആളുകളായിരിക്കും. അപ്പൊ നമുക്ക് ആർക്കെ കഴിക്കുക സാധനം? എല്ലാവർക്കും ഇത് കഴിക്കാവുന്നത് തന്നെയാണ്. എന്റെ അഭിപ്രായത്തിൽ എല്ലാവരും ചുരുങ്ങിയ വർഷം ഒരു നേരത്തെ ആഹാരമായിട്ട് ഈ കഞ്ഞി കഴിക്കുക. അപ്പൊ നമുക്കൊരു 7 ദിവസത്തേക്ക്, ഒരു 14 ദിവസത്തേക്ക് ഒരു കോഴ്സായിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. 14 ദിവസത്തെ ഒരു കോഴ്സ് കഴിക്കുമ്പോൾ ഏകദേശം ഒരു 500 രൂപയോളം മാത്രമേ ഇതിന് വരുന്നുള്ളൂ, നമുക്ക് ചിലവാകുന്നുള്ളൂ. നമ്മൾ പുറത്തു പോയി ഒരു നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ തന്നെ ചിലപ്പം 500 രൂപയാണ്. പിന്നെ അത് മാത്രമല്ല, പൈസയുടെ മാത്രമല്ല, അതിന്റെ ഗുണങ്ങളും അതുപോലെയുണ്ട്. അപ്പൊ അതാണ് ഏറ്റവും കൂടുതലായിട്ട് അതിനായിട്ട് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. അപ്പം എല്ലാവരും ഇത് കഴിക്കുക. ഒരു 10-14 ദിവസം തുടർച്ചയായിട്ട് കഴിക്കാമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാവും. അതായത് ഇതാണ് നമ്മുടെ 2 കിറ്റ് വരുന്നത്. ഏകദേശം ഈ 2 കിറ്റിന് വരുന്നത് ഏകദേശം 500 രൂപയാണ്. അതായത് 480 രൂപയേ വരുള്ളൂ ഈ 2 കിറ്റിന്. ഇത് നമുക്ക് 15 ദിവസത്തേക്ക് ഒരു ഫുൾ കോഴ്സാണ്. ഇപ്പൊ വീഡിയോയുടെ താഴത്ത് കാണുന്നത് ഈ ആത്മേല, ഈ നാച്ചുറൽ സെന്ററിന്റെ നമ്പറാണ്, ഹോസ്പിറ്റൽ നമ്പറാണ്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു കിട്ടും. അപ്പൊ വാങ്ങിക്കുക, കഴിക്കുക. കർക്കിടകം അടുത്ത 1 വർഷത്തേക്കുള്ള ആരോഗ്യത്തെ നമ്മൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കർക്കിടക കഞ്ഞി കഴിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു അല്ലേ? അതെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും ഈ കർക്കിടക കഞ്ഞി കഴിക്കാം.